അപ്പൊ അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, സുഖിച്ച് ജീവിക്കാൻ കൂട്ടുകാരെയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകണതവനാ. ഡിസംബർ 31 രാത്രിയിൽ അവൻ ഫോൺ വിളിച്ചു ചോദിക്കും, എവിടെ നിക്കാടാ ഷംനാദെ, ഷുക്കൂറെ, ഷാനവാസെ, സുബൈറെ? അപ്പൊ അവര് പറയടാ, നമ്മള് കബീർ ഉസ്താദിന്റെ വാതേക്കാൻ പോവാ, അല്ലെങ്കിൽ ഔഷാദ് വാക്കയുടെ വാതേക്കാൻ പോവാ. ഡിസംബർ 31 അല്ലേ, പുതിയ വർഷം വരെ അല്ലേ. ഉടനെ അവൻ പറയടാ, അവിടെ പോയാ കബീർ ഉസ്താദിന്റെ ഔഷാദ് വാക്കവയൊക്കെ നാളെയും വരും, പക്ഷെ റിമി ടോമി ഇന്ന് മാത്രമേ വരുള്ളൂ. സൂപ്പർ ഗാനമേളയാ, ബീച്ചിൽ വന്നാ മതി. ഡിസംബർ 31 12 മണിക്ക് റിമി ടോമിയുടെ ആട്ടം കാണാൻ കൂട്ടുകാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനും കുപ്പിയെടുക്കാനും ഒന്നാമരായി മുന്നിട്ടിറങ്ങുന്നതാരാ? ആരാ പ്രിയപ്പെട്ടവരെ? വാപ്പ ഹാജിയാരാണ് പള്ളിയിൽ നിന്ന് പുതുവർഷത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വാപ്പാടെ ബോധമില്ലാത്ത 25 വയസ്സുകാരനായ പൊന്നുമോനില്ലേ, കടപ്പുറത്ത് സയനോരയുടെ റിമി ടോമിയുടെ ശരീരത്തിന്റെ കുലുക്കം കണ്ടിട്ട് നിർത്തി നിക്കക്കള്ളിയില്ലാതെ നൃത്തം ചവിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ അറിവില്ലാതെ പണം മാത്രം കിട്ടിപ്പോയാൽ ആ പണം കൊണ്ട് അവന് കിട്ടുന്നത് നരകമാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലാതെ പണം മാത്രം കിട്ടാൻ പാടില്ല. അറിവിന്റെ കൂടെ പണം കിട്ടിയ രക്ഷപ്പെടും. വിഭാഗം ആരെന്നറിയോ? അറിവില്ല, പണവുമില്ല, പക്ഷേ അവർക്കും അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക വെറുപ്പ്? അറിവില്ല, പണവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പടച്ചോന്റെ വെറുപ്പ്? നിങ്ങളിപ്പോ എല്ലാവരും ചിന്തിക്കൂ, ഉസ്താദേ നമുക്ക് അറിവില്ല, എന്റെ പോക്കറ്റിൽ 10-20 രൂപയേ ഉള്ളൂ, ബക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുമെന്നറിയാം. പക്ഷെ അത് വാക്കോ വന്നാൽ ആദ്യം പറയണ ബക്കറ്റാന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബക്കറ്റിൽ 10 രൂപ നമ്മൾ ഇടാറുണ്ട്, ബാക്കി 10 രൂപ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായ കുടിക്കാനോ വേറെ കാശ് എൻ്റെ കയ്യിലില്ല. പിന്നെ അറിവ്, നിങ്ങളെ പോലെ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോൾ വന്നിരുന്ന് കേൾക്കും, കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി കേൾക്കും, ഇതല്ലാതെ വേറെ അറിവൊന്നും ഞങ്ങൾക്കില്ല ഉസ്താദെ എന്നു പറയുന്നവർക്ക് അള്ളാന്റെ വെറുപ്പെന്തിനാ? അറിവില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയോ? പണമുണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ മറ്റവനെ പോലെ കള്ളുകുടിക്കാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ ഡിസംബർ 31 കൂട്ടുകാർക്ക് കുപ്പിയെടുത്തു കൊടുക്കാമായിരുന്നു എന്നു മനസ്സുകൊണ്ടവൻ മോഹിക്കുകയാണ്. അങ്ങനെയുള്ളവനും അള്ളാന്റെ തൃപ്തിയില്ല. ആയിരക്കണക്കാര സഹോദരിമാര് അബ്ദാദ് നഗറിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ, സഹോദരിമാര് ചിന്തിക്കുകയാ, അല്ലാഹുവേ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സുൽവത്തിനെ പോലെ ഞാനും നടക്കുമായിരുന്നു. ക്യൂടെക്സ് പുരട്ടിക്കൊണ്ട്, മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട്, അതേ ചുണ്ട് ലിഫ്റ്റിക്ക് പുരട്ടിക്കൊണ്ട്, കാമുകന്മാരെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനും നടക്കുമായിരുന്നു കൊതിച്ചു പോകും പെണ്ണ്. ഈ അവസാനം പറഞ്ഞ 2 വിഭാഗത്തിൽ പെടല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ പരലോകം, ആ പരലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ചോദ്യമാണ്. ആയുസ് എന്തിന് ചിലവഴിച്ചു? ആരോഗ്യം എന്തിന് ചിലവഴിച്ചു? യുവത്വം എന്തിന് ചിലവഴിച്ചു? അള്ളാന്റെ റസൂല് പറയുകയാ, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ 40. 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറ് ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 3 കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ്, 4ാമത്തെ കാര്യത്തിൽ മാത്രം 2 ചോദ്യമാണ്. പരലോകത്ത് 4 കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം. ആ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ആയുസ് എന്തിന് ചിലവഴിച്ചു? യുവത്വം എന്തിന് ചിലവഴിച്ചു? ഇൽമ് എന്തിന് ചിലവഴിച്ചു? 4ാമത്തെ കാര്യത്തിന് മാത്രം 2 ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു? പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, എവിടെ നിന്നുണ്ടാക്കി എന്ന് വരെ ചോദിക്കും. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും, അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും, എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്? ഈ 2 ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്കുക. ഇപ്പൊ ബക്കറ്റ് എടുക്കാനല്ല, പിരിക്കാനല്ല,
നിങ്ങൾ ആലോചിച്ചോ, 1000 ഉണ്ടെങ്കിൽ 1000, 5000 ഉണ്ടെങ്കിൽ 5000, 10000 ഉണ്ടെങ്കിൽ 10000, ചെക്കാണെങ്കിൽ അത്, ATM ആണെങ്കിൽ അതിൽ എത്ര രൂപ ATM അക്കൗണ്ടിൽ ഉണ്ടാവും എന്ന് ചിന്തിച്ചല്ലോ എല്ലാവരും. അന്തം വിട്ടിരിക്കല്ലേ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. ആലോചിച്ച് നോക്കാം, ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര രൂപ ഉണ്ട് പഠിച്ചത്. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. സഹോദരിമാര്, മോതിരം, വള, കമ്മല്, മാല, പിന്നെ ചെറിയൊരു പേഴ്സ് ഉണ്ടാവുമല്ലോ, പേഴ്സിൽ പല അറകളും ഉണ്ട്. എല്ലാ അറയും കൂടെ തുറന്നാൽ മദീനയും മക്കയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുണ്ടാവും, എന്നാലും തുറക്കത്തില്ല. പോട്ടെ, ആ കാശെല്ലാം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് 1000 രൂപയുണ്ട്, 2000 രൂപയുണ്ട്, 5000 രൂപയുണ്ട്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് പടച്ചവരെ? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി, എവിടെ നിന്നാ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിച്ച് നോക്കണ്ട, എവിടെ നിന്നാണ് കിട്ടിയത് പടച്ചവരെ? നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി, എവിടെ നിന്നാണ് കിട്ടിയത്? ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ചിരി വരും. അള്ളാഹുവേ, എത്ര പേരെ പറ്റിച്ചും വലിപ്പിച്ചുമാണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റ് വെച്ചിരിക്കുന്നത്. എത്ര പേരെ. ഒരു സ്ഥലത്ത് ബേക്കറി ഉദ്ഘാടനം തരുമ്പോൾ ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്നാണ്. രുചി ബേക്കറി, തണൽ ബേക്കറി എന്ന് കേട്ടില്ല, അബ്ദുൽ മലിക്കുൽ ഗഫൂർ. എന്താ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ വാപ്പാടെ പേര് ചോദിച്ചപ്പോ വാപ്പാടെ പേരില്ല, വാപ്പാടെ പേരിട്ട ബേക്കറിയൊക്കെ നിന്ന് കത്തു സാറേ, അത്രയ്ക്ക് മണക്കത്ത. പിന്നെ ഇത് ആരെ പേര്? ഇത് ദുബായിലുള്ള എൻ്റെ അറബിയുടെ പേരാ. ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയതെന്ന. അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു നാളെ ചോദിക്കും, എവിടെ നിന്നാ പണമുണ്ടാക്കിയത്? ചോദിക്കും, പെങ്ങളെ ചോദിക്കും. ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന, നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മിന്നൈന ഇക്തസബാ, എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതെന്ന് അല്ലാഹു ചോദിക്കുന്നതാ. മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കഴിയണം. പട്ടിണി കിടന്നാലും ഹറാമാറ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബൂ ദുജാനാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാനാ, എവിടേക്കാണ് അബൂ ദുജാനാ ധൃതി വെച്ചു പോകുന്നത്? പ്രഭാതമാണല്ലോ, കണ്ണീരോടെ ദുആ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, എന്തിനാണ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് അബൂ ദുജാന പറയുന്നു, നബിയേ, എനിക്ക് 2 മക്കളാ നബിയേ. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് വേണം എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നബിയേ. കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാതെ എൻ്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ. കാസർഗോഡ് ഹദ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് വന്നിട്ടുണ്ടോ? ഉപ്പ പൈസ തരാറ് പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹു നമ്മെ വിശപ്പിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ. അബൂ ദുജാനാ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, എന്റെ മക്കള് 3 ദിവസമായി പട്ടിണിയാണ്. അവർക്ക് കഴിക്കാനൊന്നുമില്ല, അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ ദിക്ർ ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചെലവഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ട 2 മക്കള് അല്ലാഹുവിന്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹരമായ
ആഹാര ഫലവർഗ്ഗങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന പഴുത്ത കായികനികളില്ലേ നബിയേ, അതെന്റെ അരുമ മക്കള് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ. എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ അത് ഹറാമല്ലേ നബിയേ, അത് ഹറാമല്ലേ റസൂലേ. അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ട് നബിയേ. 3 ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ, ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നബിയേ. പക്ഷേ ഞാൻ അനുവാദം കൊടുക്കാറ് അവിടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദിപ്പിച്ച് കളഞ്ഞ് നബിയേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന അള്ളാന്റെ റസൂലേ, ഇന്നലത്തെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞു പോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂദുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ? ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ, ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ, ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കുന്ന മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹു ചോദിക്കും മോനെ. ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ട്, ലോഡിംഗ് തൊഴിലാളികളുണ്ട്, യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചുമട്ടു തൊഴിലാളികളുണ്ട്. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു ബറക്കത്താണ്. മുമ്പൊരു അച്ഛൻ 8 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു, 8 വയസ്സുകാരനായ മകനോട് പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ടി എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്കിനി ഈ വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല, രാത്രി നിന്നെ ഇവിടെ ഉറക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇന്നുള്ള മക്കളോട് അങ്ങനെ പറയരുത്. അവരോട് മാതാപിതാക്കൾ അനുവാദം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും. കാപ്പി കൊടുക്കലൊക്കെ വേണോ ഇത്രയും തിരക്കിനിടയിൽ? പുറത്തുനിന്നാണോ? അല്ല, പുറത്തുനിന്നാണെങ്കിലും ഇത്രയും തിരക്കിനിടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രദേശത്തുള്ള യുവാക്കൾ ചെയ്തതാ ഈ ഇതൊക്കെ. എന്ത് ചെയ്യും ഇപ്പൊ? ജനങ്ങൾ ഇത്രയും പേരെ എവിടെ ഇരുത്തും? ഇൻഷാ അല്ലാഹ് ആരും നിരാശപ്പെടേണ്ട. ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മടങ്ങി വരും. അപ്പൊ നമുക്ക് കാര്യമായി നമ്മുടെ വാഹനങ്ങളൊക്കെ സംഘാടകർ പറയുന്ന സ്ഥലത്ത് മാറ്റി പാർക്ക് നിർബന്ധമായും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ വിഷമമാണ്. ഇനി അടുക്കൂല, എല്ലാം അടുത്തല്ലേ കിടക്കുന്നേ. കുറച്ചുകൂടി ഒന്നുകൂടെ അടുപ്പിച്ച് നോക്കിയേ, നോക്കട്ടെ പറ്റുമോ? ഞെരിങ്ങിയാണ് കിടക്കുന്നത്. മാക്സിമം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ, പക്ഷെ ഫ്രണ്ട് മാത്രം നീങ്ങരുത്. നീങ്ങിയാലും മൊത്തം നീങ്ങണം, എങ്കിലേ ഏറ്റവും പുറകിലുള്ളവർക്ക് ഉപയോഗപ്പെടും. ഇപ്പൊ സുഖമായല്ലോ, കൈ വെച്ചിട്ട് നല്ല വിശാലമായിട്ട്. ആ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, മദ്രസയുടെ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പൊരുത്തപ്പെട്ട് ഉള്ള സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ ഈ സദസ്സിന്റെ പോരുഷയും ബറക്കത്തും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുആഇന് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് നേരം നീട്ടി പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും 1-1.25 മണിക്കൂറോടെ വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം ശാരീരികമായ അസ്വസ്ഥതയുള്ളതുകൊണ്ട്. എങ്കിലും വാതിലൊന്നും കുറവൊന്നും വരില്ല. എല്ലാവരും കിടന്നിരിക്കും. ഉള്ള സൗകര്യത്തിൽ നീങ്ങി വരുമ്പോൾ മൊത്തത്തിൽ നീങ്ങണം. ഏറ്റവും പുറകിൽ നിന്ന് അങ്ങനെ നീങ്ങട്ടെ, എങ്കിലേ ഉപയോഗം ഉണ്ടാവും. സീറ്റ് കിട്ടാതെ വന്നാൽ പുറകിൽ കുറച്ച് നിന്നു പോയാലും പ്രശ്നമില്ല, അങ്ങനെയും കേൾക്കാലോ. റോഡിൽ ദയവ് ചെയ്ത് ആരും നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും. നമ്മളായിട്ടൊരു തടസ്സം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട അച്ഛൻ പറഞ്ഞു,
എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിന്റെ അകത്ത് നിനക്ക് കിടക്കാനും പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ. മകൻ സമ്മതിച്ചു. 1ാമത്തെ ദിവസം അച്ചാച്ചന്റെ അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ചാച്ച 1 രൂപ എനിക്ക് തരണം. 1 രൂപയല്ലേ ഉള്ളൂ. അച്ചാച്ചൻ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരമായി അച്ഛന്റെ കയ്യിലേക്ക് ആ 1 രൂപ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ 1 രൂപ പൊന്നുമകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അച്ഛൻ ചോദിച്ചു, ഇതെന്തിനാണ് കിണറ്റിലിട്ടെന്നറിയോ? മോൻ പറഞ്ഞു, അറിയില്ല. അച്ഛൻ പറഞ്ഞു, കുറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം 1 രൂപ കൊടുക്കണമല്ലോ. അമ്മാമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി 1 രൂപ വാങ്ങി 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 അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ദിവസം ഒരുപാട് കഴിഞ്ഞു. അവസാനം അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ 1 രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്താണ് പോംവഴി? അവസാനം അയാൾ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ പോയി ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു, എനിക്ക് 1 രൂപ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാൽ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛന്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തതെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശാ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മുമ്മയുടെ കയ്യിൽ നിന്നും ഇരുന്ന് കാശാ. പക്ഷെ ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗറിൽ പഠിച്ചുകൂടിയ ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കിൽ ആ കാശ് കൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശ് കൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശ് കൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അല്ലാഹു ചോദിക്കുന്നോ? വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം. അള്ളാഹിനോട് ധൈര്യത്തോടു കൂടി പറയാൻ, അല്ലാഹുവേ നീ തന്ന പൊരുത്തത്തോടുകൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി, ആ ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ്. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി. അതിൽപ്പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ. അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ഉഷാർ ബാക്കവിയോട് വന്നിട്ട് പറയും, ഉസ്താദേ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ജുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയും ജീവിക്കണം. അതിന് എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. ഞാൻ പറയും എന്ത് ക്ലാസ്സാ? ഓഡിറ്റോറിയത്തിൽ 2 മണിക്കൊരു ക്ലാസ് ഉണ്ട്. അള്ളാണ ചെന്നിരുന്ന് കൊടുക്കരുത്. ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയിനിൽ പങ്കു ചേർന്നിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് പറയുന്നതാണ്.
ആദ്യം 15,000 രൂപ വെച്ച് 3 മാസം അടയ്ക്കുക. എത്രയായപ്പോ? എന്നിട്ട് 3 വർഷം വരെ കാത്തിരിക്കുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ 50,000-ന്റെ ചെക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും. പാവപ്പെട്ട ഭർത്താവിനോട് പറയും, ഇക്കാ കാശുണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, സൈനബാടെ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ, ശുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ, അതുകൊണ്ട് നോക്കണ്ട ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണടി. എടി ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണ്. ഉടനെ ഈ പെണ്ണ് പറയും, മൊയ്ലിയാരതൊക്കെ പറയും, മുസ്ലിയാരതൊക്കെ പറയും, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? മൊയ്ലിയാര് വന്ന് വീട് വെച്ച് തരോ? മുസ്ലിയാര് മക്കളൊക്കെ ചെലവ് കൊടുക്കോ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമായ പൈസയുടെ പങ്കുചേരൽ ഈ സമുദായം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ. അതുപോലെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ? 1 പവന് സ്വർണത്തിന്റെ വിലയാ. 1 പവന് സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് 1 നുള്ളു കഞ്ചാവിന്റെ വിലയെങ്കിൽ 1 പവന് സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലണിഞ്ഞു കൊടുക്കാൻ, ഒരു മാലയ്ക്ക് വേണ്ടി, ഒരു വളയ്ക്ക് വേണ്ടി, ഒരു കമ്മലിന് വേണ്ടി, ഒരു സ്വർണത്തിന്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്ദാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ നമ്മുടെ മക്കളോ